Hi friends, welcome back to class Malayalam stitching. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഡ്രസ്സിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ്. അതിനോടൊപ്പം നമ്മുടെ ചാനൽ 1k ആയിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ അതിന്റെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ 4 മാസത്തിനുള്ളിലായിട്ട് തന്നെ 1k ആയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ 1k ആയതിന്റെ ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഒരു 1.5 മീറ്ററിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 60 ഇഞ്ച് വീതിയിൽ 1.5 മീറ്ററുള്ള തുണിയാണിത്. അപ്പോൾ നല്ലൊരു ജോർജറ്റ് ടൈപ്പിലുള്ള തുണിയാണ്. അപ്പോൾ നമുക്ക് ഈ തുണിയെ ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നീളത്തിൽ 4 ആയിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഈ ഒരു കരഭാഗം നമുക്ക് വരഞ്ഞു കൊടുക്കാം. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അളവെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിത് യോക്ക് വെച്ചിട്ട് ഫ്രണ്ടിൽ പ്ലീറ്റ് ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ യോക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു 8 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 8 ഇഞ്ചിൽ വെച്ചിട്ട് ഞാൻ ഇതുപോലെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ബാക്ക് നെക്ക് ഒരു 3 ഇഞ്ചിലും അതുപോലെ തന്നെ നെക്ക് വിട്ട് 2.5 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ ഷോൾഡർ ഒരു 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആം ഹോളും ഞാനിവിടെ 7.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. 7.5 ഇഞ്ചിൽ നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് 7.5 ഇഞ്ചിൽ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആം ഹോൾ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെസ്റ്റിന് ഞാനിവിടെ എടുത്തിട്ടുള്ളൊരു 11 ഇഞ്ചാണ് ചെസ്റ്റിന് എടുത്തിട്ടുള്ളത്. നമുക്ക് ആം ഹോളിന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആം ഹോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് ഇതുപോലെ ഒരു റൗണ്ട് നെക്കിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഷോൾഡർ ഒരു 1/2 ഇഞ്ചിലൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പീസ് മാറ്റി വെച്ചു. എന്നിട്ട് ഫ്രണ്ട് പീസിൽ നമുക്കിതിൻ്റെ ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാനിവിടെ ഒരു 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ 5.5 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പ് ചെയ്തിട്ട് ഫ്രണ്ട് നെക്കും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുത്തു. അതുപോലെ തന്നെ ഒന്ന് ഫ്രണ്ട് ആം ഹോളും കുഴിച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്കേർട്ട് പാർട്ട് ഒരു 39 ഇഞ്ചസിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന് പ്രത്യേകിച്ച് കട്ടിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ 4 ആയിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സ്ലീവ് ലെങ്ത്ത് 8 ഇഞ്ചിൽ തന്നെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 8 ഇഞ്ചിൽ സ്ലീവ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരു 3.5 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു 9.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതിന് ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം.
ഈ സ്ലീവിൽ 8 ഇഞ്ച് കഴിച്ച് ബാക്കി ഞാൻ അങ്ങോട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 15-16 ഇഞ്ചിലൊക്കെയാണ് സ്ലീവിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബാക്കി ഭാഗം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലീറ്റ്സിന് തികയാത്ത ഭാഗം ഞാൻ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്ലീറ്റ്സ് ആയതുകൊണ്ട് തന്നെ ജോയിൻ്റ് ഒന്നും അതിൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മളിതുപോലെ ജോയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്ലീവ് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വശത്ത് നമുക്ക് സ്റ്റിച്ച് വലുതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഫ്രില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് സ്ലീവിൽ ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ താഴ്വശം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്തതിന് ശേഷം അതിൽ നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒരു പിൻ ഉപയോഗിച്ച് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അത് 2 കൈയും ഞാൻ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ യോക്ക് പാർട്ടിന് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ ഒന്ന് ഇതുപോലത്തെ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അതുപോലെ ഷോൾഡറൊക്കെ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കാം. പ്ലീറ്റ്സും നമ്മൾ നേരത്തെ സ്ലീവിന് ചെയ്തിട്ടുള്ളതുപോലെ ഈ ഒരു പീസിൽ ഈ ഒരു വശത്ത് നമുക്ക് മെഷീൻ്റെ വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതിനെ പ്ലീറ്റ്സ് ആക്കിയിട്ട് നമുക്കത് യോക്കിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ പ്ലീറ്റ്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് യോക്കിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്കും ഞാൻ ഇതുപോലെ തന്നെ പ്ലീറ്റ്സ് എടുത്തിട്ട് ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് ഇതുപോലെ നമുക്ക് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ വരുന്ന തരത്തിൽ നമുക്ക് സെൻറ്ററിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം. അതുപോലെ 2 സ്ലീവ് നമുക്ക് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അളവെടുത്തിട്ട് ഇതിൻ്റെ ഷേപ്പൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ താഴ്വശം നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഡ്രസ്സ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലും അതുപോലെ തന്നെ സ്ലീവിലും പ്ലീറ്റ്സ് വെച്ച് കൊടുത്തിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1.5 മീറ്റർ തന്നെ നമ്മൾ തുണിയൊന്നും വേസ്റ്റ് ആവാതെ തന്നെ നമ്മളിത് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 1K ആവാൻ സഹായിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ചെറുതായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.